അതെ, എന്നുവെച്ചാ പിന്നെ ആ കുട്ടീനെ പറഞ്ഞയക്കണ്ടിണ്ടായിരുന്നില്ലടി. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടെങ്കി ഈച്ചനല്ലേ പറഞ്ഞിരുന്നു കള്ളുടിക്കുന്നൊക്കെ. പിന്നെ എന്തിനാ പറഞ്ഞയച്ചത് അതിനെ? സംഭവം ശരിയാണ്, ഓ നല്ല കള്ളുടിക്കുന്നൊക്കെ ഇപ്പൊ അറിയാനിക്ക്. അറിയാനിട്ടല്ല, ഞാൻ ഓളെ താളത്തിനൊത്ത് തുള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ജീവിതമാണ് പോവൂല. പിന്നെ ആൾക്കാരെ മുന്നിൽ എങ്ങനെയടി ഞാനും ഓളെ വാപ്പിയൊക്കെ നോക്ക. പിന്നെ അത് മാത്രല്ലടി, 10-30 പവന്റെ പണ്ടം കൊടുത്തില്ലേ ഞങ്ങള്, അതൊക്കെ ഓർത്ത് നാസാക്കിക്കണ്. ഒക്കെ ഓള് ഊരി കൊടുക്കുകയും ചെയ്തിക്കണ്. പിന്നെ എന്തിനാ പിന്നെ ഓളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? ആ മുതലൊക്കെ ഓനക്ക് കൊടുത്തു. ഇനി ഓന്റെ ഒക്കെ ആ മുതല് കിട്ടും തോന്നുന്നുണ്ടാ? ഇനി ഓള അവിടെ സഹിച്ചു പിടിച്ചു നിന്ന് ഒരു ജീവിതല്ലേ, അങ്ങനൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ അതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും. ഇപ്പത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 18 വയസ്സിൽ ആ കുട്ടീനെ കല്യാണം കഴിപ്പിച്ചിക്കണില്ലേ, അതാവും. 18 വയസ്സിൽ കല്യാണം കഴിച്ച് പറഞ്ഞയച്ച്. ഓക്ക് പക്വത ഇല്ലായിട്ടാണ്. ഈ മക്കൾക്കൊക്കെ ഒന്നും ആ ജീവിതം എന്താന്നുള്ളത് അറിയൂലല്ലോ. അതൊരു 2-3 കൊല്ലം കഴിഞ്ഞാൽ ശരിയായിക്കോളും. അതിനൊക്കെ ഇപ്പൊ നമ്മളെ ഒഴിവാക്കാനൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ആൾക്കാരെ ഇടയിൽ എങ്ങനെ നടക്ക? തല ഉയർത്തി നടക്കണ്ട. ആൾക്കാരെന്താ പറയാ? ഓക്ക് വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും എന്നല്ല പറയാ. അത് വിചാരിച്ച് ഞാൻ ഓളോട് ഉമ്മടെ കുട്ടി എങ്ങനെയും പോവാൻ നോക്കാണ്ട് ആണ് പോയിക്കണ്. കരഞ്ഞങ്ങാടാ പോണത്. ഞാൻ പോയിട്ടില്ല അമ്മരത്തേക്ക്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓള് സങ്കടപ്പെടും. അത് കാരണം ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. നല്ല കരഞ്ഞിട്ടാ പോണടി. മുഖമൊക്കെ ആകെ മാറിയിക്കണ്. ഞാൻ ചോദിച്ചു എന്തായി ഇങ്ങനെ കരയെന്ന് വെച്ചപ്പോ ഒന്നുമില്ല താത്ത, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി. അതാ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, വിളിച്ചിട്ടില്ല. വിളിക്കണം. പെണ്ണിങ്ങനെ വന്നിരുന്നുള്ളത് പറയണം. അപ്പൊ ശരിയാവൂലല്ലോ. ഓലൊന്ന് വിളിച്ചിട്ട് മനസ്സിലാക്കി കൊടുത്തോളൂ ഓൾക്ക്. അന്റെ പെണ്ണ് വന്നിന്നാ? ഓളിപ്പോ കെട്ടിച്ചോർത്താണ്. വന്ന് നിന്ന് 2 ദിവസം നിന്നാണ് പോയതാണ്. ഓളപ്പൊ പറഞ്ഞു കൊടുത്തില്ല, 2ാമത്തെ കല്യാണം കഴിച്ചതല്ലേ. ഫസ്റ്റത്തത് അനക്കറിയില്ലേ, കള്ളു കുടിച്ചിട്ടും തല്ലിയിട്ടുണ്ട്. കുട്ടി ആകെ ഇടങ്ങറായി. ഞാൻ വന്നത് എനിക്ക് 2 തക്കാളി എന്നാളാ കറിയൊക്കെ നോക്കിട്ട് തക്കാളി ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ വൈകുന്നേരം വാങ്ങിയിട്ട് വേണം. തക്കാളിയോ? ഞാൻ ഇപ്പൊ കൊടുന്നേരട്ടാ, ഇജ്ജ് അവിടെ നിക്കേ. ഇവൾക്ക് ഓളെ മകള് വന്ന് നിക്കണേന്നുള്ള ഏറിന് ആൾക്കാരെന്ത് പറയുന്നുള്ള ചിന്ത, അല്ലാതെ സ്വന്തം മകളെ ജീവിതം ഉണ്ടാവും എന്നുള്ള ചിന്ത ഒന്നുമില്ല. പാവാണോ കുട്ടി? ഇന്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കരഞ്ഞു പോവോ? ഇന്നടി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം. എന്നാ ഇജ്ജ് ഇത് കൊണ്ടേക്കോ. ഇല്ലെങ്കി വേണ്ടടി. കൊഴപ്പില്ലടി, ഉണ്ട് അവിടെ 2-3 തക്കാളിയും കൂടി ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഇന്ന് വൈകുന്നേരത്ത് എന്തായാലും സാധനം കൊണ്ടണം. എന്നാ ഇജ്ജ് ഇത് കൊണ്ടേക്കോന്നാ. ഞാൻ എന്തായാലും വാങ്ങിയിട്ടാണ് കൊടുന്നേരാ. ആയിക്കോട്ടെടി.